ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ നടത്തിവരുന്ന ഒരു വലിയ അക്രമ പരമ്പരയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ആ വാർഡിൽ ഇത്തവണ മത്സരിച്ച് നല്ല കാഴ്ച വയ്ക്കുവാനും അവിടെ വൻ മുന്നേറ്റം നടത്താനും നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതിന്റെ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിരോധമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം കേരളം ഒന്നാകെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മർദ്ദനങ്ങൾ തുടർക്കഥയാവുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണം മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് BJP പ്രവർത്തകരെ LDF വിമതന ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചു എന്ന വാർത്തയാണ്. ഈ ഒരു ഘട്ടത്തിൽ ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മളോടൊപ്പം BJPയുടെ ജില്ലാ, സംസ്ഥാന, മണ്ഡലം നേതാക്കൾ കൂടെയുണ്ട്. അവരോട് നേരിട്ട് ചോദിക്കാം, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ വിജയപ്രതീക്ഷയുള്ളൊരു വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുകയും ആ സ്ഥാനാർത്ഥി വലിയ രീതിയിലുള്ള വോട്ട് പിടുത്തം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി LDFന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ മുൻ ബ്രാഞ്ച് സെക്രട്ടറി, നിലവിൽ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് എൻ്റെ അറിവ്, അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു പകപോക്കൽ എന്ന രീതിയിലാണ് ഇന്നലെ ഓഫീസിൽ ചർച്ച കഴിഞ്ഞിറങ്ങി വരുന്ന നമ്മുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള 4 പ്രവർത്തകരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ നടത്തിവരുന്ന ഒരു വലിയ അക്രമ പരമ്പരയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ മലപ്പുറം ജില്ലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നത് കാണുമ്പോൾ ചില കേന്ദ്രങ്ങൾക്ക് അത് സഹിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ BJPയുടെ പ്രവർത്തകന്മാർ പിന്മാറാൻ പോകുന്നില്ല. അതിശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നതിലപ്പുറത്തേക്ക് കായികമായിട്ട് നേരിടാനാണ് ഇവിടുത്തെ ചില ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ അത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്ന് ഉത്തരവാദപ്പെട്ട ചുമതലയിരുന്നു കൊണ്ട് തന്നെ ഞാൻ അറിയിക്കുകയാണ്. ജില്ലയിലുടനീളം ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു വിശദാംശം? അത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായ നിയമ നടപടി തന്നെ സ്വീകരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. അതിൽ യാതൊരു തർക്കവുമില്ല. നമ്മളോടൊപ്പം പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള സ്ഥാനാർത്ഥി ജ്യോതിഷ് കൂടെയുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഈ കോടതിപ്പടി വാർഡ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനം വരികയും ഇവിടെ ഒരു ഇടതുപക്ഷ കോട്ടയായിട്ടുള്ള ഈ വെല്ലിട്ടിപ്പറമ്പ് ഭാഗത്ത് പാർട്ടി 2ാം സ്ഥാനം വന്നപ്പോൾ ഈ കഴിഞ്ഞ തവണ BJPയുടെ ഉറച്ച 200ഓളം വോട്ടുകൾ മാറ്റി പുതിയ വാർഡ് രൂപീകരിക്കുകയും ആ വാർഡിൽ ഇത്തവണ മത്സരിച്ച് നല്ല കാഴ്ച വയ്ക്കുവാനും അവിടെ വൻ മുന്നേറ്റം നടത്താനും നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതിന്റെ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിരോധമാണ് പാർട്ടി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ബാലഗോപാലന്റെ ഏട്ടനും ഒരു പറ്റം ഇടതുപക്ഷ ഗുണ്ടകളും സംഘം ചേർന്ന് എന്നെ എന്റെ പ്രവർത്തകരെയും മൃഗീയമായി ആക്രമിക്കുക ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.